മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് ജീവിതത്തിന് അന്ത്യമായിരിക്കുന്നു. ജീവിതാവസാനം വരെ ഇനി ജയിൽവാസം. പോക്സോ കേസിലാണ് കോടതി മോൻസന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. മറ്റ് വിവിധ വകുപ്പുകളിലായി 24 വർഷം കഠിന തടവും എറണാകുളം ജില്ലാ പോക്സോ കോടതി വിധിച്ചു. മറ്റ് 3 പീഡന കേസുകളിലും പുരാവസ്തു തട്ടിപ്പ് കേസിലും ഇനി നിയമ നടപടി ജയിലിൽ കിടന്നായിരിക്കും. പോക്സോ കേസിൽ ഡോക്ടർ മോൻസൺ മാവുങ്കലിന് ജീവിതാവസാനം വരെ കഠിന തടവാണ് എറണാകുളം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വിവിധ വകുപ്പുകളിലായി 24 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെയാണ് പോക്സോ കേസും മറ്റു വകുപ്പുകളും ഉൾപ്പെടെ 3 ജീവപര്യന്തവും കോടതി വിധിച്ചിരിക്കുന്നത്. എറണാകുളം പോക്സോ കോസ് ജഡ്ജി കെ സോമനാണ് വിധിന്യായം പുറപ്പെടുവിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിവാദമായ മോൻസൺ മാവുങ്കൽ കേസിൽ വ്യാജ പുരാവസ്തുക്കൾ തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് ആദ്യം മോൻസൺ മാവുങ്കൽ അറസ്റ്റിലാകുന്നത്. ഈ സമയത്ത് 2019 കാലയളവിൽ മോൻസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ പ്രായപൂർത്തിയാകാത്ത മകളെയാണ് മോൻസൺ മാവുങ്കൽ പീഡിപ്പിച്ചത്. വിദ്യാഭ്യാസ സഹായം നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മോൻസൺ മാവുങ്കൽ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് തൻ്റെ വീട്ടിലും മറ്റിടങ്ങളിലുമായി വെച്ച് മോൻസൺ മാവുങ്കൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. 2019 ഈ കേസെടുക്കുന്നതിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2021 മോൻസൺ മാവുങ്കൽ അറസ്റ്റിലാകുമ്പോൾ മാത്രമാണ് ഈ വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. മോൻസൺ മാവുങ്കൽ അറസ്റ്റിലായതിനു ശേഷം പെൺകുട്ടിയുടെ മാതാവാണ് എറണാകുളം കമ്മീഷൻ ഓഫീസിൽ ചെന്ന് ഇക്കാര്യങ്ങൾ രേഖാമൂലം തന്നെ പെൺകുട്ടിക്കൊപ്പം പരാതിയായി നൽകുന്നത്. കേസെടുത്ത പോലീസ് 2022 ഇതിലെ വിചാരണ നടപടികളുടെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിവേഗമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ നിരവധിയായ തെളിവുകളും സാക്ഷിമൊഴികളും ഈ കേസിൽ മോൻസനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് പോക്സോ കോടതി സുപ്രധാനമായ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. ഫലത്തിൽ മോൻസൺ 3 ജീവപര്യന്തവും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലായി 24 വർഷം കഠിന തടവും അനുഭവിക്കണം. ഒപ്പം തന്നെയാണ് 5,25,000 രൂപ ആകെയായി പിഴയൊടുക്കേണ്ടത്. ഈ തുക പെൺകുട്ടിക്ക് നൽകണം. അത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്കാണ് ഈ തുക കൈമാറേണ്ടത്. അവരാണ് പെൺകുട്ടിക്ക് നിയമസഹായം നൽകുന്നതിനും മറ്റുമായി ഈ തുക ഉപയോഗിക്കണോ മറ്റു കാര്യങ്ങളിൽ നിർദ്ദേശവും ഉപദേശവും അടക്കം നൽകുന്നത്. ഈ തുക മോൻസൺ മാവുങ്കൽ ഒടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ശിക്ഷയുടെ കാലാവധി കൂടുകയും ചെയ്യും. തീർത്തും സുപ്രധാനമായ ഒരു വിധിയാണ് പോക്സോ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു ഇടപെടൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടായിരുന്നു. 2019 മോൻസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷവും മോൻസൺ മാവുങ്കൽ തൻ്റെ ആ സ്വഭാവം തുടരുക തന്നെയായിരുന്നു. പലയിടങ്ങളിലായി വെച്ചുകൊണ്ട് മോൻസൺ മാവുങ്കൽ പല പ്രാവശ്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രായപൂർത്തിയായതിനു ശേഷമുള്ള പീഡന പരാതികൾ വേറെ കേസായാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മോൻസൺ മാവുങ്കലിൻ്റെ ശിക്ഷയുടെ ആഴം കൂടിയതും. പോക്സോ കേസിൽ കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ വീണ്ടും 2 കേസുകളുടെ വിചാരണ കൂടി നടക്കുന്നുണ്ട്. അതിലൊന്ന് ഇതേ പെൺകുട്ടിയെ തന്നെ മോൻസൺ മാവുങ്കലിൻ്റെ മേക്കപ്പ് മാൻ പീഡിപ്പിച്ച കേസാണ്. ഈ കേസിൽ ഈ വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും മോൻസൺ പരാതി ഒളിച്ചുവെക്കുകയും തൻ്റെ മേക്കപ്പ് മാനെ രക്ഷപ്പെടാൻ ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഈ കേസിൽ മേക്കപ്പ് മാൻ 1-ാം പ്രതിയും മോൻസൺ 2-ാം പ്രതിയുമാണ്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മോൻസനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മറ്റൊരു കേസ് ബലാത്സംഗ കേസാണ്. ഈ കേസിൻ്റെ വിചാരണ നടപടികളും അതിൻ്റെ തുടക്ക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മോൻസൺ മാവുങ്കലിനെതിരെ ആകെ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ബഹുഭൂരിപക്ഷവും തട്ടിപ്പ് കേസുകളാണ്. ആ കേസുകളിൽ പലതിലും തന്നെ മോൻസൺ മാവുങ്കൽ ജാമ്യമെടുത്തു. എന്നാൽ പോക്സോ അടക്കമുള്ള സ്ത്രീപീഡന കേസുകളിൽ മോൻസന് ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്തു.